ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാട്ടുതീക്കളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാവിലെ പഠിച്ചുകൊണ്ട് പുറത്തിരിക്കുന്ന നികേഷിന്റെ അരികിലേക്ക് വരുന്ന സുധീഷ് ശ്രദ്ധിക്കുകയാണ് അവിടെ ഇരിക്കുന്ന നിധിയുടെ സ്കൂട്ടർ. സുധീഷ് ഒന്ന് ആലോചിച്ച് അകത്തേക്ക് പോയി കീ എടുത്തോണ്ട് വന്ന് സ്കൂട്ടർ ഗേറ്റിന്റെ അരികിൽ വരെ ഓടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. നികേഷ് ചോദിക്കുന്നു, എന്താ സുധീഷേട്ടാ, ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് പുറത്ത് ഓടിക്കാൻ പറ്റാതെ വീടിനുള്ളിൽ ഓടിക്കുകയാണോ? ഇത് കേട്ട് സുധീഷ് പറയുന്നു, കണ്ടുപിടിച്ചു, മര്യാദയ്ക്ക് അവിടെ നിന്ന് പഠിക്കടാ. അങ്ങനെ സുധീഷ് വീണ്ടും സ്കൂട്ടറുമായി ഗേറ്റിന്റെ അരികിലേക്ക് പോവുകയാണ്. ഈ സമയം നികേഷിന്റെ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, എന്താ നികേഷ്, പഠിക്കുന്നോ? അപ്പൊ നികേഷ് പറയുകയാണ്, എന്ത് ചെയ്യാനാ ഏട്ടത്തി, പാസ്സാകണ്ടേ? അരിയർ ഉണ്ടോന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, അരിയർ ഉണ്ടായിരുന്നു, ക്ലിയർ ആക്കി, ഇനി അരിയർ ഇല്ലാണ്ട് നോക്കണം. തനിച്ചുപോയി അരിയർ എഴുതുന്നതൊക്കെ ആലോചിക്കുമ്പോൾ പറ്റുന്നില്ല, അതുകൊണ്ടാ ഇനി അരിയർ ഇല്ലാതെ പാസ്സാകണമെന്ന് കരുതി പഠിക്കുന്നത്. ഇതിട്ട് നിധി പറയുന്നു, ഗുഡ്, പാസ്സാകണമെന്ന് കരുതി പഠിക്കണ്ട, നന്നായി പഠിക്കണം, ഫസ്റ്റ് ക്ലാസ്സിനുള്ള മാർക്ക് ഉണ്ടാകണമെന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചങ്ങ് പഠിക്കുക. നീ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാൽ ഏട്ടത്തി നിനക്ക് സൂപ്പർ ഒരു ഗിഫ്റ്റ് തരും. എന്ത് ഗിഫ്റ്റ് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയണം, നീ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി കാണിക്ക്, അത് കഴിഞ്ഞ് ഞാൻ നിനക്ക് ഗിഫ്റ്റ് തരാം. പെട്ടെന്ന് സുധീഷിനെ ശ്രദ്ധിക്കുന്ന നിധി ചോദിക്കുന്നു, ഇതെന്താ വീടിന് ചുറ്റും വണ്ടി ഓടിക്കുന്നത്? ചിരിച്ചുകൊണ്ട് നികേഷ് പറയണ, അറിയില്ല ഏട്ടത്തി, കുറെ നേരമായിട്ട് സുധീഷ് ഏട്ടൻ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, ഇതെന്താ സുധീഷ്, എന്ത് ഈ ചെയ്യുന്നേ? അപ്പൊ സുധീഷ് പറയണം, ബോറടിക്കുന്നു, അതാ ചുമ്മാതെ വണ്ടി ഓടിക്കാന്ന് കരുതി. അതിനെങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണം, റോഡിൽ ഓടിക്കാൻ ലൈസൻസ് ഇല്ലല്ലോ, അതാ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്. ശരി നിധി ഇവിടെ നിൽക്ക്, ഞാനൊരു റൗണ്ട് പോയിട്ട് വരാം, ബൈ എന്ന് പറഞ്ഞ് സുധീഷ് സ്കൂട്ടറിൽ മുന്നോട്ട് പോകുമ്പോൾ നിധി ചോദിക്കുന്നു, എടാ നികേഷ്, നിന്റെ ചേട്ടൻ എന്താടാ ഇങ്ങനെയായി പോയെ? ചിരിച്ചുകൊണ്ട് നികേഷ് പറയുകയാണ്, അത് അങ്ങനെ ഏട്ടത്തി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിധിയെ തന്നെ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സുധീഷ് വീടാനായി തുടങ്ങുമ്പോൾ നിധിയും നികേഷും പൊട്ടിച്ചിരിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്തിനാ ചിരിക്കുന്നത്? വണ്ടി വെറുതെ കിടക്കുകയല്ലേ എന്ന് കരുതിയാവോ ഓടിച്ചത്? നിധിക്ക് വേണ്ടി വാങ്ങിയ വണ്ടിയല്ലേ, എനിക്ക് ഓടിക്കാലോ അല്ലേ? നിധി എപ്പോഴാ ഈ വണ്ടി എടുക്കുക? അപ്പൊ നിധി പറയണം, ഒരാഴ്ച കഴിയട്ടെ, അതിനുള്ളിൽ ഞാൻ ഈ വണ്ടി ഓടിക്കും. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, അതെ അതെ, എങ്ങനെ ഓടിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. അപ്പൊ നിധി പറയണ, ഞാൻ ഓടിക്കും. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, നിധിയെ കൊണ്ട് പറ്റില്ല, ഒരു ദിവസം പോലും നിധി ഈ വണ്ടി ഓടിക്കില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിധി പറയണ, എനിക്ക് ലൈസൻസ് ഇല്ല, അപ്ലൈ ചെയ്ത് ലൈസൻസ് വാങ്ങിയതിന് ശേഷമേ ഞാൻ വണ്ടി ഓടിക്കുന്നുള്ളൂ. അപ്പൊ സുധീഷ് പറയണ, ലൈസൻസിന്റെ കാര്യമല്ലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ലൈസൻസ് എടുക്കണമെങ്കിലും വണ്ടി ഓടിക്കാൻ അറിയണ്ടേ? നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ അങ്ങനെ ഏട്ടത്തി കളിയാക്കണ്ട, ഏട്ടത്തി നന്നായി വണ്ടി ഓടിക്കും. സുധീഷ് ചോദിക്കുന്നു, ആര്, നിന്റെ ഏട്ടത്തിയോ? നടക്കില്ല, വണ്ടി ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒരു ദിവസമെങ്കിലും നിധി ഈ വണ്ടി എടുത്ത് ഓടിക്കുന്നുണ്ടോ? വാങ്ങിച്ചുകൊണ്ട് വന്ന ദിവസം വണ്ടി പഠിക്കണമെന്ന് പറഞ്ഞ് ഓടിച്ചു, അതിനുശേഷം ഈ വണ്ടിയിലേക്ക് ശ്രദ്ധിക്കുന്ന പോലുമില്ല. നിധി ചോദിക്കുന്നു, ഇപ്പൊ എന്താ, ഞാൻ വണ്ടി ഓടിച്ചു കാണിച്ചാൽ ഞാൻ നന്നായി വണ്ടി ഓടിക്കുമെന്ന് സമ്മതിക്കുമോ? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി വണ്ടി ഓടിച്ചു കാണിക്കും. നിധി ഈ വണ്ടി ഓടിക്കാനൊന്നും പോകുന്നില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, വണ്ടി ഇങ്ങോട്ടാ, ഞാൻ ഓടിച്ചു കാണിക്കാം. നികേഷ് പറയുന്നു, ഏട്ടത്തി ഓടിച്ചു കാണിക്കും. സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി സുധീഷ് പറയുന്നു, ഓടിച്ചു. കയറി ഇരിക്കും നിധി. സ്കൂട്ടറിലേക്ക് കയറിയിരുന്ന ടെൻഷനോടുകൂടി നികേഷിനെയും സുധീഷിനെയും നോക്കുകയാണ് നിധി. സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി നോക്കുന്നത്? വണ്ടി ഓടിക്ക്, എനി ഹെൽപ്പ്? ചമ്മലോടുകൂടി നിധി ചോദിക്കുന്നു, പിന്നിലിരിക്കോ? വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു, എന്നോടാണോ പറഞ്ഞേ? അതേന്ന് നിധി തലയാട്ടുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി ഞാൻ വന്നിരുന്നാ മതിയോ? സുധീഷ് വളരെ ദേഷ്യത്തോടുകൂടി നികേഷിനെ നോക്കുമ്പോൾ ടെൻഷനോടുകൂടി നികേഷ് പറയുന്നു, അതല്ല സുധീഷ് ഏട്ടാ, ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചതാ. വിരൽ ചൂണ്ടി സുധീഷ് പതിയെ പറയുന്നു, കൊന്നുകളെ ഞാൻ. അങ്ങനെ പുഞ്ചിരിച്ച് സുധീഷ് നിധിയോട് പറയുകയാണ്, ഞാൻ ഇരിക്കാൻ നിധി, എനിക്ക് വേറെ എന്ത് ജോലിയാ ഉള്ളത്? അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് തനിച്ചോടിക്കാൻ ഭയമുണ്ട്, അതുകൊണ്ടാ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അത് പ്രശ്നമൊന്നുമില്ല, ഞാനിരിക്കാം. ഓക്കെ എന്താ നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്റെ കൈയും കാലും ഒടിഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനിരിക്കാം. ഇത് കേട്ട് നിധി മൂളുമ്പോൾ പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി നിധിയുടെ സ്കൂട്ടറിന്റെ പിന്നിലേക്ക് കയറി ഇരിക്കുകയാണ്. കിളിക്കൂടിന്റെ മുറ്റത്തൂടെ നിധി സ്കൂട്ടർ ഓടിക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് സുധീഷ്. നികേഷ് പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കിയിരിക്കുന്നു. തുടർന്ന് ഭാസ്കരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷനോടുകൂടി കുറച്ചിപ്പുറത്തായിരിക്കുകയാണ് സുധീഷ്. ആർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന ഭാസ്കരനോട് സുധീഷ് ചോദിക്കുന്നു, കുറച്ച് പതിയെ കഴിച്ചൂടെ? ഇതാരും എടുത്തോണ്ട് പോയില്ലല്ലോ, എന്തിനാ ഏച്ചിലൊക്കെ ഇങ്ങനെ തറയിൽ വെക്കുന്നത്? അത് പ്ലേറ്റിന്റെ സൈഡിൽ വെച്ചാ പോരെ, ഇതൊക്കെ ആര് വൃത്തിയാക്കും? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, നീ ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുകയല്ലേ, നീ വൃത്തിയാക്കിയാ മതി. ഇത് കേട്ട് സുധീഷ് വളരെ ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ സുധീഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അത് അഡ്വക്കേറ്റ് ആണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷിനോട് അഡ്വക്കേറ്റ് പറയുന്നു, നിങ്ങളുടെ ഡിവോഴ്സ് ഫയൽ ചെയ്യാനായി നാളെ രണ്ടുപേരും കോർട്ടിലേക്ക് വരണം. നാളെ ആ ജഡ്ജിന്റെ മുന്നിൽ അപ്ലൈ ചെയ്യുന്നത്, അതിനുശേഷം 2-3 ഹിയറിംഗ് ഉണ്ടാകും, കോർട്ടിലേക്ക് വരണം, അതിനുശേഷമായിരിക്കും ഡിവോഴ്സ് തരുന്നത്. സുധീഷ് ചോദിക്കുന്നു, ഈ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്ന പ്രോസസ് മാറ്റി വെക്കാൻ പറ്റുമോ? ഇത് കേട്ട് അഡ്വക്കേറ്റ് ചോദിക്കണ്ട, എന്തു പറ്റി, നിങ്ങളല്ലേ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞേ, ഇപ്പൊ ഇത് മാറ്റി വെക്കാൻ പറ്റുമോന്ന് ചോദിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭാസ്കരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, ഇക്കാര്യത്തില് ഒന്നുകൂടി ആലോചിക്കാനുണ്ട്. ഇത് കേട്ട് അഡ്വക്കേറ്റ് ചോദിക്കുന്നു, ആലോചിക്കണമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ടല്ലേ ഡിവോഴ്സിനായി വന്നത്? അപ്പൊ സുധീഷ്
പറയുന്നു നിധിക്ക് ഡിവോഴ്സ് വേണമെന്നാ, പക്ഷെ എനിക്ക് ഡിവോഴ്സ് വേണ്ടാന്നോ. ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുകയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ സുധീഷ് പറയുകയാണ് അതല്ല മാഡം, എനിക്ക് ഡിവോഴ്സിന് സമ്മതമല്ല, നിധിയാ ഡിവോഴ്സ് ചോദിക്കുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞല്ലേ സൈൻ ചെയ്തു തന്നത്. അപ്പൊ സുധീഷ് പറയുകയാണ് ഞാനത് നിധി പറഞ്ഞതുകൊണ്ട് സൈൻ ചെയ്തതാ, എനിക്ക് ഡിവോഴ്സ് വേണ്ട. അപ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ് നിങ്ങൾക്ക് ഡിവോഴ്സ് വേണ്ട എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് സംസാരിക്കുക. നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് ഫോമിൽ സൈൻ ചെയ്തിട്ടാ പോയത്. നാളെ അപ്ലൈ ചെയ്യാനായി ഞാനും ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി. ഇപ്പം ഡിവോഴ്സ് വേണ്ട എന്ന് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് തന്നെ സംസാരിക്കുക, അതിനുശേഷം എന്നെ വിളിക്കുക. ശരി എന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് സുഭാഷിന്റെ പണിസ്ഥലത്തേക്ക് വന്ന സുധീഷ് ഡിവോഴ്സിന്റെ കാര്യം പറയുകയാണ്. നാളെ ഞാനും നിധിയും കോർട്ടിലേക്ക് ചെല്ലണമെന്ന്. സുഭാഷ് ചോദിക്കുന്നു കോർട്ടിലേക്കോ? അപ്പൊ നാളെ തന്നെ ഡിവോഴ്സ് കിട്ടുമോ? അപ്പൊ സുധീഷ് പറയുകയാണ് അങ്ങനെയല്ല സുഭാഷ് ഏട്ടാ, നാളെയൊന്നും ഡിവോഴ്സ് കിട്ടില്ല, പക്ഷെ കുറച്ച് നാളിനുള്ളിൽ ഡിവോഴ്സ് കിട്ടും. സുഭാഷ് പറയുന്നു എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലടാ, നിധി ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ നാൾ മുതൽ എനിക്ക് ഉറക്കം വരുന്നില്ല. ഇത് കേട്ട് സുധീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ സുഭാഷ് പറയണ മനസ്സിലൊരു ഭാരവാ, രാത്രി ഉറക്കമില്ല. സുധീഷ് ചോദിക്കുന്നു അങ്ങനെയാണോ സുഭാഷ് ഏട്ടാ? പെട്ടെന്ന് സുധീഷ് ഓർക്കുകയാണ് രാത്രി ഉറക്കമില്ലാതെ സുധീഷ് എഴുന്നേറ്റ് നടക്കുമ്പോൾ നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സുഭാഷിനെ കാണുന്നത്. അപ്പൊ സുധീഷ് മനസ്സിൽ പറഞ്ഞു ഇവിടെ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും സമാധാനമായി കിടന്നുറങ്ങുന്നുണ്ട്. എന്ത് കുടുംബം ഇത്, നല്ല ചേട്ടാനിയന്മാര്. എന്തായാലും ഉറക്കം വരുന്നില്ല, വെറുതെ കിടക്കാന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷിന്റെ അരികിലേക്ക് കിടക്കുമ്പോൾ സുഭാഷ് ഉറക്കത്തിൽ സുധീഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. തൊട്ടരികിൽ നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് ഹരീഷും നികേഷും. ഇതിന്റെ കുറവേ ഉള്ളെന്ന് പറഞ്ഞ് സുഭാഷിന്റെ കൈ തട്ടി മാറ്റുകയാണ് സുധീഷ്. അടുത്ത ദിവസം സുധീഷ് ഉറങ്ങാനാകാതെ കിടക്കുമ്പോൾ തൊട്ടരികിൽ കിടക്കുന്ന സുഭാഷ് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. സുഭാഷിനെ നികേഷിനെയും ഹരീഷിനെയും നോക്കി സുധീഷ് മനസ്സിൽ പറയുകയാണ് മനോവേദന കാരണം ഇവിടെ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇവർക്കൊക്കെ എങ്ങനെയാണോ ഉറങ്ങാൻ പറ്റുന്നത്. തുടർന്ന് സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടൻ പറ, ഉറങ്ങിയില്ല, ഭക്ഷണം കഴിച്ചില്ല, എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാനൊരു പൊട്ടനല്ലേ? സുഭാഷ് ഏട്ടൻ പറയുന്നതെല്ലാം വിശ്വസിക്കുമല്ലോ, നീ എന്താണ് അങ്ങനെ പറയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് പിന്നെ എന്ത് പറയണം, ഞാൻ കണ്ടായിരുന്നു നല്ല ഉറക്കത്തിൽ കിടക്കുന്നത്. ചില ദിവസം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ ഉറക്കം തൂങ്ങിയിരിക്കുന്ന കാണാം, എന്നിട്ടാ പറയുന്നത് ഉറങ്ങിയില്ല കഴിച്ചില്ല എന്നൊക്കെ. ഇങ്ങനെയൊക്കെ പറയാൻ സുഭാഷിന് എങ്ങനെ പറ്റുന്നു? അപ്പൊ സുഭാഷ് പറയുകയാണ് എടാ രാവിലെ മുതൽ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നതല്ലേ, ആ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോകുന്നതാ, പിന്നെന്താ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് എനിക്ക് നല്ല വിഷമമായിരുന്നടാ, അതെങ്ങനെ പറയണമെന്നറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയതാ. എടാ ഞാൻ വേണമെങ്കിൽ നിധിയോട് സംസാരിക്കാം. അപ്പൊ സുധീഷ് പറയുകയാണ് സുഭാഷ് ഏട്ടൻ സംസാരിച്ചതൊക്കെ മതി. അപ്പൊ സുഭാഷ് പറയുകയാണ് നിന്നെ ഡിവോഴ്സ് ചെയ്യരുതെന്ന് ഞാൻ നിധിയോട് പറയാം. അപ്പൊ സുധീഷ് പറയുകയാണ് അയ്യോ വേണ്ട, എനിക്ക് പറയാനുള്ളതൊക്കെ സുഭാഷ് ഏട്ടൻ ഒന്ന് കേട്ടാ മതി, ആരോടും ഒന്നും പറയണ്ട. ഈ സമയം ഒരു ചേട്ടൻ ചായയും വടയും അവിടേക്ക് കൊണ്ടുവരികയാണ്. അതെടുത്ത് കഴിക്കുകയാണ് സുധീഷ്. സുഭാഷ് ഇടയ്ക്കിടയ്ക്ക് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ സുധീഷ് പറയുന്നു മനസ്സിന്റെയും വയറിന്റെയും ഡിപ്പാർട്ട്മെന്റ് വേറെ വേറെയാ, എന്ത് വിഷമം വന്നാലും ഭക്ഷണം, ടീ, സ്നാക്സ് ഇതെല്ലാം അകത്തേക്ക് പൊയ്ക്കോളൂ, മതിയായി, മൊത്തം കഴിച്ചില്ലല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ് ഇതിന്റെ കാര്യമല്ല സുഭാഷ് ഏട്ടാ, കാത്തിരിപ്പ് മതിയായെന്ന്. ഞാൻ ഇന്ന് നിധിയോട് എന്റെ ഇഷ്ടം തുറന്നു പറയാൻ പോകുക. അവള് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് അവളെ ഇഷ്ടമല്ലെന്നാ, ഈ വിവാഹമോചനം എന്റെ ആവശ്യം കൂടിയാണെന്നാ. അങ്ങനെയൊന്നുമല്ല, ഞാൻ ശരിക്കും അവളെ പ്രണയിക്കുന്നുണ്ട്, ഞാൻ അവളുടെ ഒപ്പം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യവും ഞാൻ അവളോട് പറയാൻ പോകുക. ഞാൻ ഇന്ന് വൈകുന്നേരം നിധിയെ കണ്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം, എന്നിട്ട് എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ നിധിയോട് പറയും. ഞെട്ടി സുഭാഷ് ചോദിക്കുന്നു നീ എല്ലാം തുറന്നു പറയാൻ പോവുകയാണോ? അപ്പൊ സുധീഷ് ചോദിക്കാണ് ഇതെന്താ സുഭാഷൻ ഇങ്ങനെ ചോദിക്കുന്നത്, ഏതോ പ്രേതപ്പടം കണ്ട് ഞെട്ടിയിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ, എന്റെ മനസ്സിലുള്ളത് ഞാൻ അവളോട് തുറന്നു പറഞ്ഞാൽ അവൾ എന്നെ ഇഷ്ടപ്പെട്ടാലോ? ഞാൻ ഇതുവരെ എന്റെ പ്രണയം അവളോട് പറഞ്ഞില്ല, ഞാൻ പറയാതെ അവൾ എങ്ങനെ അറിയാനാ? ഇത് കേട്ട് സുഭാഷ് പറയുന്നു അത് ശരിയാ, നീ നിധിയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ചില സ്ത്രീകളൊക്കെ നമ്മൾ നേരെ ചെന്ന് പ്രണയം തുറന്നു പറയുന്നതാ ഇഷ്ടം, നിധിയെ അങ്ങനെ ഒരു ടൈപ്പ് ആണെന്നാ തോന്നുന്നത്. ഇന്ന് ഞാൻ നിധിയുടെ മുഖത്ത് നോക്കി പറയും എനിക്ക് നിധിയെ ഇഷ്ടമാ, കല്യാണം എങ്ങനെ നടന്നതാണെങ്കിലും ഞാൻ നിധിയെ പ്രണയിക്കുന്നുണ്ട്, ഇങ്ങനെ എല്ലാം പറയാൻ പോകുക. നെഗറ്റീവ് റിപ്ലൈ തന്നാലും പ്രശ്നമില്ല സുഭാഷ് ഏട്ടാ, അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു നിൽക്കുകയല്ലേ. പിന്നെ ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം സുധീഷ് എന്തുകൊണ്ട് എന്നെ പ്രണയിക്കുന്ന കാര്യം പറയാഞ്ഞെന്ന് ചോദിച്ചാൽ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു അത് ശരിയാടാ. അപ്പൊ സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ഞാൻ ഇന്ന് തന്നെ എന്റെ പ്രണയം തുറന്നു പറയും, യെസ് ഓർ നോ, ഇതിൽ ഏതെങ്കിലും ഒരു തീരുമാനം ഇന്ന് തന്നെ അറിഞ്ഞാ പറ്റൂ. തുടർന്ന് കാറിൽ നിധിയുടെ ഓഫീസിന്റെ മുന്നിലേക്ക് വരികയാണ് സുധീഷ്. കാറിൽ നിന്ന് ഇറങ്ങിയ സുധീഷ് മനസ്സിൽ പറയുന്നു എനിക്ക് നിധിയെ ഇഷ്ടമാണെന്നുള്ള സത്യം തുറന്നു പറയാതെ നിധി അത് മനസ്സിലാക്കില്ല, മനസ്സ് തുറന്ന് അവളോട് സംസാരിക്കാം, അതിനുശേഷം വരുന്നത് എന്താന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം. ഈ സമയം ദിവ്യയുമായി സംസാരിച്ച് സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നിധി. കുറച്ചപ്പുറത്തായി നിൽക്കുന്ന സുധീഷിനെ നിധി ശ്രദ്ധിക്കുന്നില്ല. സുധീഷ് സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുന്നു. നിധി എന്ന് വിളിച്ച് സുധീഷ് പിന്നാലെ പോകാനായി തുടങ്ങുമ്പോൾ കാറിൽ അവിടേക്ക് വരികയാണ് സിദ്ധാർത്ഥ്. കാറിൽ നിന്ന് ഇറങ്ങിയ സിദ്ധാർത്ഥ പറയുന്നു നിധി വീട്ടിലേക്കല്ലേ പോകുന്നത്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇത് കേട്ട് ദിവ്യയും നിധിയും മുഖത്തോട് മുഖം നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് ഡ്രോപ്പ് ചെയ്യാന്നോ, ഇവൻ ഇത് തന്നെയാണോ പണി, കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ വന്നു, ഇപ്പൊ നിധിയെ ഡ്രോപ്പ് ചെയ്യാന്ന്. അപ്പൊ നിധി പറയുകയാണ് വേണ്ട സിദ്ധാർത്ഥ് ഞങ്ങൾ പൊയ്ക്കോളാം. പുഞ്ചിരിച്ച സുധീഷ് മനസ്സിൽ പറയുന്നു
അങ്ങനെ പറ നിധി. അപ്പൊ സിദ്ധാർത്ഥ് പറയണ ഞാൻ ആ ഭാഗത്തേക്കാ പോകുന്നത്. ദിവ്യ ചോദിക്കുന്നു എന്നെ ഡ്രോപ്പ് ചെയ്തേ. അപ്പൊ സിദ്ധാർത്ഥ് പറയണ നിധിയുടെ വീട് ഞാൻ പോകുന്ന വഴിയില്ല, അതുകൊണ്ടാ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞേ. സുധീഷ് മനസ്സിൽ പറയുന്നു നിധി വേറെ എവിടെയെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞാൽ പോലും ആ വഴിയല്ലേ നിന്റെ കാറ് പോകും. അങ്ങനെ സുധീഷ് നിധിന്ന് വിളിച്ച് അരികിലേക്ക് വരുമ്പോൾ നിധി ചോദിക്കുന്നു സുധീഷ് എങ്ങനെ ഇവിടെ? പുഞ്ചിരിച്ച് സുധീഷ് സിദ്ധാർത്ഥിനോട് പറയുന്നു സാർ വയ്ക്കോ, ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. പുഞ്ചിരിച്ച് സുധീഷിന്റെ തോളിൽ കൈവച്ച് സിദ്ധാർത്ഥ് ചോദിക്കുന്നു നിധിയുടെ കസിൻ ബ്രദർ അല്ലേ? ഹായ് ബ്രദർ, സുഖാണോ? സുധീഷ് പുഞ്ചിരിച്ച് സിദ്ധാർത്ഥിന് കൈ കൊടുക്കുകയാണ്. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയുന്നു ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. ദിവ്യ ഞാൻ ഹോസ്റ്റലിലാക്കണോ? അപ്പൊ ദിവ്യ പറയുകയാണ് വേണ്ട, എനിക്ക് വേറൊരു ജോലിയുണ്ട്, ഞാൻ അത് കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ. സുധീഷ് നിധിയെയും കൂട്ടിക്കൊണ്ടു വെക്കും. നിധി പോയിട്ട് വരാന്ന് പറഞ്ഞ് ദിവ്യ അവിടെ നിന്ന് പോവുകയാണ്. നിധി ചോദിക്കുന്നു സുധീഷ് എന്താ ഇവിടെ? പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നേന്നൊക്കെ പറഞ്ഞു. അപ്പൊ സുധീഷ് പറയണേ എനിക്ക് നിധിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിധി ചോദിക്കുന്നു എന്താ? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ? വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ലേ? അപ്പൊ സുധീഷ് പറയണ അതെ, വീട്ടിൽ എല്ലാവരും ഉണ്ട്, ശരിക്കും സംസാരിക്കാൻ പറ്റില്ല, പ്രധാനപ്പെട്ട കാര്യമാണ്. സുധീഷിന്റെ മുഖം കണ്ടിട്ട് സീരിയസ് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ സീരിയസ് ആയിട്ട് സംസാരിക്കാനാ, അതുകൊണ്ടാ മുഖം അങ്ങനെ ഇരിക്കുന്നത്. എന്താ നിധി ആലോചിക്കുന്നത്? എന്റെ കൂടെ വരില്ലേ? അപ്പൊ നിധി പറയണ അങ്ങനെയല്ല, വാ നമുക്ക് പോകാം. സുധീഷ് പറയുന്നു ഞാൻ ടാക്സിയിലാ വന്നത്, നമുക്ക് ടാക്സി പോകാം. ശരി എന്ന് പറഞ്ഞ് നിധി സുധീഷിന്റെ ഒപ്പം പോവുകയാണ്. തുടർന്ന് അവർ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുമ്പോൾ നിധി പറയണ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ സുധീഷ് പറയുന്നു സംസാരിക്കാം, നിധിക്ക് സമയമുണ്ടല്ലോ അല്ലേ? അപ്പൊ നിധി പറയണ സമയമൊക്കെ ഉണ്ട്. അപ്പൊ സുധീഷ് പറയണ പിന്നെന്താ, നിധിക്ക് ബീച്ചിൽ വരാൻ ഇഷ്ടമല്ലേ? കുറച്ചു നേരം ബീച്ചൊക്കെ കണ്ടോണ്ടിരിക്കുക, അതിനുള്ളിൽ ഞാനും പ്രിപ്പയർ ചെയ്യാം. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു നിധി ഓഫീസ് എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ നിധി ചോദിക്കണ ഇത് ചോദിക്കാനാണോ കൂട്ടിക്കൊണ്ടു വന്നത്? അപ്പൊ സുധീഷ് പറയണ അതല്ല, ഇതിന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. നിധി പറ ഓഫീസ് എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ നിധി പറയണ ഇന്ന് ഞാനൊരു ഡിസൈൻ ചെയ്തായിരുന്നു, ആ ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഇത് കേട്ട് സുധീഷ് പറയുന്നു സൂപ്പർ നിധി. അങ്ങനെ പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയണ അപ്പോ നല്ല മൂഡില്ല, പറയാം. അങ്ങനെ സുധീഷ് തന്റെ പ്രണയം നിധിയോട് പറയാനായി തുടങ്ങുമ്പോൾ കൈ നോക്കാനായി ഒരു കാക്കാത്തി അവിടേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു വേണ്ട പോയേ. അപ്പോൾ കാക്കാത്തി പറയുകയാണ് വേണ്ടെന്ന് പറയല്ലേ, മോളുടെ മുഖത്ത് ലക്ഷ്മി കടാക്ഷമുണ്ട്, മോളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോകുക, നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, നിങ്ങളോട് എനിക്ക് ചില നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുന്നു ഭാര്യയും ഭർത്താവും. അപ്പൊ നിധി പറയണ വേണ്ട, നിങ്ങൾ മറ്റാരുടെയെങ്കിലും അടുത്തേക്ക് പോകും. അപ്പോൾ കാക്കാത്തി പറയുന്നു അങ്ങനെ പറയല്ലേ മോളെ, 6 മാസത്തിനുള്ളിൽ ഒരു നല്ല വിശേഷം മോളെ തേടിയെത്തും, കൈ കാണിക്ക്, ആ നല്ല കാര്യം പറഞ്ഞിട്ട് പോകാം, കാണാൻ നല്ല ജോഡിയാണ്, ഒരു 100 രൂപ തന്ന് കൈരേഖ നോക്ക്. നിധി പറയണ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കൈ നോക്കുന്നില്ല, എന്തിനാ വെറുതെ സമയം കളയുന്നത്? അപ്പൊ സുധീഷ് പറയണ വേണ്ടാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പോ. ഇത് കേട്ട് കാക്കാത്തി അവിടെ നിന്ന് പോവുകയാണ്. പുഞ്ചിരിച്ച സുധീഷ് മനസ്സിൽ പറയുന്നു ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞപ്പോൾ അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോ രണ്ടാമത്തെ സിഗ്നലും കിട്ടി. നിധി ഞാൻ ഇപ്പൊ വരാം, ഞാൻ കടലിലേക്ക് നോക്കി ഒന്ന് നിൽക്കട്ടെ. ശരിയെന്നാ നിധി പറയുമ്പോൾ സുധീഷ് കടലിന്റെ അരികിലേക്ക് പോയി ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സുധീഷ് അരികിലേക്ക് വന്നിരിക്കുമ്പോൾ നിധി പറയുകയാണ് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താന്ന് പറയാതെ കടല് പോയി കാണുന്നു. ശരിക്കും സുധീഷിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അപ്പൊ സുധീഷ് പറയണ നിധിയോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, അതെങ്ങനെ പറയണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ നിധി പറയണ അത് സാരമില്ല പറയൂ, എന്താ കാര്യം? അപ്പൊ സുധീഷ് പറയണ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിധി എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, തെറ്റിദ്ധരിക്കുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പൊ നിധി പറയണ ആദ്യം കാര്യം എന്താന്ന് വെച്ചാ പറ. അപ്പൊ സുധീഷ് പറയണ നമ്മുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം, വേറെ വഴിയില്ലാതെയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ചത്, കറക്റ്റ് അല്ലേ? നിധി പറയണ അതെ. അപ്പൊ സുധീഷ് പറയണ നമ്മുടെ കല്യാണം എങ്ങനെ വേണമെങ്കിലും നടന്നതായിരിക്കാം, പക്ഷെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ നിധിയെ എന്റെ ഭാര്യയായിട്ടാ കാണുന്നത്. ഇത് കേട്ട് ഞെട്ടി നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു പ്ലീസ് നിധി, ഞാൻ പറയാൻ വന്നത് പറയട്ടെ, അതുവരെ എതിർത്തൊന്നും പറയല്ലേ. ഞാൻ നിധിയെ ഈ നിമിഷം വരെ എന്റെ ഭാര്യയായിട്ടാ കാണുന്നത്. നിധിയെ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിധിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, തിരുവനന്തപുരത്ത് വെച്ചാ നമ്മൾ കണ്ടത്. നിധി വന്ന കാറും ഞാൻ ഓടിച്ചോണ്ട് വന്ന കാറും ഇടിക്കാൻ തുടങ്ങി. അപ്പൊ നിധി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്, അയാൾ ശരിക്കാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ ആരാണെന്ന് പോലും അറിയാതെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ, അപ്പോഴേ എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നിധിയെ കാണാൻ ഒരു സന്ദർഭം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിച്ചു. ദൈവമായിട്ട് എന്നെ നിധിയുടെ വീട്ടിലേക്ക് വണ്ടി ഓടിക്കാൻ പറഞ്ഞു വിട്ടു. വീണ്ടും നിധിയെ കാണാനും നിധിയോട് സംസാരിക്കാനും എനിക്ക് അവസരം കിട്ടി. ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ നിധിയുടെ വീട്ടിലേക്ക് വന്ന് 2 ദിവസത്തിനുള്ളിൽ നിധിയുടെ കല്യാണം ഫിക്സ് ആയെന്ന് ഞാൻ അറിഞ്ഞു. എനിക്കപ്പം നല്ല വിഷമം തോന്നി. സാരമില്ലാന്ന് കരുതി ഞാൻ അത് വിട്ടു. നിധിക്ക് ആ കല്യാണത്തിന് ഇഷ്ടമല്ലാന്ന് അറിഞ്ഞപ്പോൾ നിധിയെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നി. നിധിയെ അവിടെ നിന്ന് രക്ഷിച്ച് തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോ പോലും നിധിയെ കല്യാണം കഴിക്കണമെന്നുള്ള ഒരു ചിന്തയും എനിക്കില്ലായിരുന്നു. പക്ഷെ നമ്മുടെ സാഹചര്യവും സന്ദർഭവും കാരണം കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പൊ പോലും ഞാൻ വിധിയെ വിശ്വസിച്ചു. നിധി എനിക്കുള്ളതാണെന്നും ഈ കല്യാണമാണ് നടക്കേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായും എനിക്ക് തോന്നി. എനിക്ക് നിധിയെ നഷ്ടപ്പെടുത്താൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും നിധിക്ക് ഈ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്ന് എനിക്കറിയാം. നിധി എന്നോട്
സംസാരിക്കുന്ന രീതി, എപ്പോഴും ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന് പറയുന്നത്, ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്, ഇതെല്ലാം ഈ കല്യാണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിധി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. നിധി ചെയ്യുന്നത് ശരിയായിട്ടാണ് നിധിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊരു കല്യാണം നിധി അംഗീകരിക്കേണ്ട ഒരാവശ്യമില്ല. ഈ കല്യാണക്കുരുക്കിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങിയാൽ നിധിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും, എനിക്കും നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് നിധി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇപ്പൊ പറയുക, നിധി എന്റെ ജീവിതത്തിൽ നിന്നും പോയാൽ എനിക്ക് നല്ലതൊന്നും നടക്കില്ല. നിധി എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എല്ലാം നല്ലതും നടക്കൂ. ഞാൻ ഈ കല്യാണത്തെ ശരിക്കുള്ള കല്യാണമായിട്ടാ വിചാരിക്കുന്നത്. നിധിക്കിത് എങ്ങനെ വേണമെങ്കിലും ആയിരിക്കും, പക്ഷെ എന്റെ മനസ്സിൽ ഇതാണുള്ളത്. നിധി ഇടയ്ക്കിടയ്ക്ക് സുധീഷിനും ഇഷ്ടമില്ലാതെയല്ലേ ഈ കല്യാണം നടന്നതെന്ന് പറയാറില്ലേ? അങ്ങനെയല്ലാന്ന് ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇന്ന് പറയുക, നമ്മുടെ കല്യാണം ഏത് സാഹചര്യത്തിൽ നടന്നാലും ഞാൻ ഇഷ്ടപ്പെട്ടാണ് നിധിയെ കല്യാണം കഴിച്ചത്. കല്യാണത്തിന് ശേഷം നിധി എന്റെ വീട്ടിലേക്ക് വന്നതും എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ചു, അതെല്ലാം ഇഷ്ടപ്പെട്ടു. ജീവിതകാലം അത്രയും ഞാൻ നിധിയുടെ ഒപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിധി? അപ്പൊ നിധി പറയണ, ഇല്ല സുധീഷ്, ഈ കല്യാണം എന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നെ സഹായിക്കാൻ വന്ന് സുധീഷ് ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ അകപ്പെട്ടു എന്ന് വിചാരിച്ചു. പക്ഷെ സുധീഷിന് എന്നെ ഇത്ര ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ശരിക്കും സുധീഷിന് എന്നെ ഇഷ്ടമാണോ? സുധീഷ് പറയണ, നിധി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഈ കടലോളം സ്നേഹമാണ് എനിക്ക് നിധിയോട്. നിധി പറയണ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു സുധീഷ്. എനിക്ക് വേണ്ടി സുധീഷ് സാക്രിഫൈസ് ചെയ്യുകയാണെന്നാ വിചാരിച്ചിരുന്നത്. സുധീഷിന് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. എനിക്കും സുധീഷിനെ ഇഷ്ടമാ. ഇതെല്ലാം കടലിലേക്ക് നോക്കി നിൽക്കുന്ന സുധീഷ് സ്വപ്നം കാണുന്നതാണ്. നിധി കപ്പലണ്ടി കഴിച്ചുകൊണ്ട് കുറച്ചപ്പുറത്തായി ഇരിക്കുന്നു. പെട്ടെന്ന് ബഹളം കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് സുധീഷ്. ഒരു പയ്യൻ പെൺകുട്ടിയോട് ചോദിക്കുന്നു, നിനക്ക് വിവരമില്ലേ? ഞാൻ 3 വർഷമായി നിന്റെ പിന്നാലെ നടക്കുക, നീ എന്നെ ചതിച്ചില്ലേ? സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, സുധീഷ്, അവര് കുറെ നേരമായി വഴക്കുണ്ടാക്കുകയാണ്, ബഹളം വെക്കാതെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ അയാൾ പറയുകയാണ്, നീ ബഹളം വെക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാതങ്ങ് പോണോ? എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്നെ നീ ചതിച്ചില്ലേ? ആ പെൺകുട്ടി ചോദിക്കണം, ഞാൻ എങ്ങനെ ചതിച്ചെന്നാ? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുധീഷ് പറയുന്നു, അവൻ എന്റെ കൂടെ പഠിച്ചതാ സതീഷ്. സുധീഷിന് അറിയാമോ എന്ന് നിധി ചോദിക്കുമ്പോൾ വാന്നും പറഞ്ഞ് അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ് സുധീഷ്. സതീഷ്, ഞാന് സുധീഷ്. സന്തോഷത്തോടു കൂടി സുധീഷിന്റെ കയ്യിൽ പിടിക്കുകയാണ് സതീഷ്. സുധീഷ് പറയുന്നു, ഇതെന്റെ വൈഫ് നിധി. നിധി ഹായ് പറയുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുകയാണ്, വൈഫാണെന്ന് പറഞ്ഞിട്ട് അല്ലാന്ന് പറഞ്ഞില്ലല്ലോ, എന്താണ് പ്രശ്നം? എന്തിനാ ഈ പെൺകുട്ടിയുമായി വഴക്കുണ്ടാക്കുന്നത്? പാവം, ആ കുട്ടി കരയാണല്ലോ, ദാ വെള്ളം കുടിക്ക്. അങ്ങനെ സുധീഷ് തന്റെ കയ്യിലിരിക്കുന്ന വെള്ളം അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, ഇനി പറ, എന്താ നിങ്ങളുടെ പ്രശ്നം? വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. സുധീഷിന്റെ ഫ്രണ്ട് പറയുന്നു, ഇവിടെ എനിക്ക് 3 വർഷമായിട്ട് അറിയാം, ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. എന്നോട് ഇവിടെ നന്നായി സംസാരിക്കും, എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ 3 വർഷമായിട്ട് സിൻസിയർ ആയിട്ടാണ് ഇവളെ പ്രണയിക്കുന്നത്. ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാന്ന് പറയുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, ഇവൻ നല്ല പയ്യനാ, കുട്ടിക്ക് ഇവനെ കല്യാണം കഴിക്കുന്നതിൽ എന്ത് പ്രശ്നമാ? ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നല്ലേ പറയാൻ പറ്റൂന്ന് ആ കുട്ടി പറയുമ്പോൾ നിധി പറയുന്നത് പോലെ തോന്നുകയാണ് സുധീഷിന്. ആ പയ്യൻ ചോദിക്കുന്നു, 3 വർഷം നന്നായി സംസാരിച്ചിട്ട് ഇപ്പൊ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ സുധീഷ് പറയണേ, ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്നല്ലേ പറയാൻ പറ്റൂ. അയാൾ പറയുന്നു, അപ്പം 2-3 വർഷം എന്നോട് നന്നായി സംസാരിക്കുകയും അടുത്തിടപഴകുകയും ഒക്കെ ചെയ്തത് എന്താ? ഇതൊക്കെ ഇവിടെ വെറുതെ പറയുന്നതാ. ഇവക്ക് വീട്ടിൽ വേറെ ചെറുക്കനെ അന്വേഷിക്കുന്നുണ്ടാകും, അതാ എന്നെ ഒഴിവാക്കുന്നത്. ആ പെൺകുട്ടി പറയുന്നു, അങ്ങനെയൊന്നുമില്ല, ഇയാൾ എന്റെ കൂടെ ജോലി ചെയ്തു, ഞാൻ ഫ്രണ്ട്ലി ആയി സംസാരിക്കാറുണ്ട്, അത് വെച്ച് എനിക്ക് സതീഷിനെ ഇഷ്ടമാണെന്ന് അയാൾ ചിന്തിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ സതീഷ് പറയണ, അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല, അതാ ഇവളുടെ പ്രശ്നം. ആ പെൺകുട്ടി സംസാരിക്കുമ്പോൾ സുധീഷിന് അത് നിധിയാണെന്ന് തോന്നുകയാണ്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരിക്കൽ പോലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് കേട്ട് അയാൾ പറയുകയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നല്ലോ. ഇത് കേട്ട് ആ പെൺകുട്ടി പറയുന്നു, അത് എനിക്കെങ്ങനെ അറിയാനാ? നിധി എന്ന് നോക്കിയിട്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇതിപ്പം എന്റെ സിറ്റുവേഷൻ പോലെ തന്നെ ഉണ്ടല്ലോ. സതീഷ് പറയുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ പ്രശ്നം? ആ പെൺകുട്ടി പറയുകയാണ്, അതോടെ പ്രശ്നം തീർന്നു, എനിക്ക് ഇഷ്ടമല്ല. അയാൾ ചോദിക്കുന്നു, എനിക്ക് പണമില്ലാത്തതാണോ നിന്റെ പ്രശ്നം? അത് തന്നെയല്ലേ കാരണം? സുധീഷ്, ഇവളുടെ വീട്ടിൽ നല്ല സൗകര്യമുണ്ട്, ക്യാമ്പസ് സെലക്ഷനിലൂടെ ജോലി കിട്ടിയതാ. ഇവള് സംസാരിക്കുന്നത് പോലെ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ അറിയില്ല. ആ പെൺകുട്ടി പറയുന്നു, അതൊന്നുമല്ല, ഞാൻ ഇയാളോട് ഇത്രയും നാളായിട്ട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. അതുമാത്രമല്ല, എന്റെ വീട്ടിൽ ഇതുവരെ എനിക്ക് കല്യാണം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, നോക്കുന്നുണ്ട്. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. എന്റെ ടേസ്റ്റ് വേറെ, ഇയാളുടെ ടേസ്റ്റ് വേറെ, ഞങ്ങളുടെ ഇടയിൽ കോമൺ ആയിട്ടൊന്നുമില്ല. ഒരു ഫ്രണ്ടായിട്ട് ഇയാൾ എനിക്ക് ഓക്കെയാ. കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് സ്വപ്നങ്ങളില്ലേ? എങ്ങനെയുള്ള ഒരാളെ വേണം ഞാൻ കല്യാണം കഴിക്കേണ്ടത്? അയാളുടെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടാകണമെന്നൊക്കെ ഞാനും ആലോചിച്ച് വെച്ചിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ ഒരാളല്ല ഇവന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നോ, അല്ല, എനിക്ക് കള്ളം പറയുന്നത് ഇഷ്ടമല്ല, വാ തുറന്ന കള്ളമേ പറയും. എനിക്ക് അധികം സംസാരിക്കാത്ത ആളിനെയാ ഇഷ്ടം. ഇയാൾ അങ്ങനെയല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി എന്തൊക്കെയോ ചെയ്യുന്നു, അതൊക്കെ എനിക്ക് ടെൻഷൻ ആകത്തേ ഉള്ളൂ. ഇത് കേട്ട് സുധീഷ് ഓർക്കുകയാണ് നിധിയുടെ ഓഫീസിൽ ചെന്ന് ബഹളം വെച്ചത്. ആ പെൺകുട്ടി പറയുന്നത് നിധി പറയുന്ന പോലെ തന്നെ തോന്നുകയാണ് സുധീഷിന്. ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് ഓക്കെയാ, പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവായിട്ട് കാണാനൊന്നും എനിക്ക് പറ്റില്ല.
പറ്റില്ല. അയാൾ പറയുന്നു, സുധീഷ് എനിക്ക് എന്തിന്റെ കുറവാടാ? എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ മുതൽ ഇവൾ ഇങ്ങനെ പറയുന്നത്. സിസ്റ്റർ തന്നെ പറ, ഇവള് പറയുന്നത് ശരിയാണോ? നിങ്ങൾ ഒരു പെണ്ണല്ലേ? ഞാൻ ഇവളെ നന്നായി നോക്കും. ഞാൻ സിൻസിയർ ആയിട്ട് ഇവളെ പ്രണയിച്ചത്. എന്തിനാ എന്നെ വേണ്ടാന്ന് പറയുന്നേ? അപ്പൊ നിധി പറയണേ, ഞാനെന്ത് പറയാനാ? ഇത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ വേണം തീരുമാനിക്കാൻ. അപ്പോൾ അയാൾ പറയണേ, അതല്ല സിസ്റ്റർ, ഈ സിറ്റുവേഷനില് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സുധീഷ് എന്റെ അവസ്ഥയിലാണ്, നിധിയെ ഇഷ്ടമാണെന്ന് പറയുന്നു, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെന്നും പറയുക. അപ്പൊ സിസ്റ്റർ എന്ത് പറയും? സുധീഷ് ആകാംക്ഷയോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി പറയണേ, ഞാൻ ഈ കുട്ടി പറഞ്ഞതുപോലെ ആയിരിക്കും പറയുക. സുധീഷ് ഞെട്ടി നിധിയെ നോക്കുമ്പോൾ നിധി പറയണേ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെ കുറിച്ച് എനിക്കും ചില സങ്കല്പങ്ങളൊക്കെ ഇല്ലേ? ആ സങ്കല്പത്തിലുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറയുന്നതിൽ എന്ത് തെറ്റാ ഉള്ളേ? ഈ കുട്ടി നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു കാണും, അതുകൊണ്ട് നിങ്ങളെ കല്യാണം കഴിക്കാൻ ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അർത്ഥമില്ലല്ലോ. എന്തിനെങ്ങനെ ഫോഴ്സ് ചെയ്യുന്നേ? സോറി, നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. സുധീഷ് എന്റെ അടുത്ത് വന്ന് ഫോഴ്സ് ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടുവോ? എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ തന്നെ പറയും. സംസാരിക്കാൻ കംഫർട്ടബിൾ ആണെന്ന് കരുതി ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഈ കുട്ടിയെ ഫ്രീ ആയിട്ട് വിട്. ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതോടെ വിട്ടേര്. എന്തെങ്കിലും ഒരിക്കൽ ഈ കുട്ടിക്ക് ഇയാളെ ഇഷ്ടമായാൽ അവള് തന്നെ വന്ന് പറയും. ഇനി അവള് പറഞ്ഞില്ലെങ്കിലും വിട്ടേര് പ്ലീസ്. ഫോഴ്സ് ചെയ്യണ്ട. കല്യാണം എന്ന് പറയുന്നത് നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ കല്യാണം കഴിക്കുന്നതല്ല, ആഗ്രഹിച്ചും ഇഷ്ടപ്പെട്ടും വേണം കല്യാണം കഴിക്കാൻ. ഈ കുട്ടി പറയുന്നത് പോലെ എനിക്കും നുണ പറയുന്നവരെ ഇഷ്ടമല്ല, ആലോചിക്കാതെ സംസാരിക്കുന്നവരെ, ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നവർ, ചതിക്കുന്നവർ, ഇങ്ങനെയുള്ളവരെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഈ കുട്ടിയെ മനസ്സിലാകുന്നുണ്ട്. കല്യാണം എന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേ പറ്റൂ. സോറി, ഞാൻ ഒരുപാട് സംസാരിച്ചു. സുധീഷ് പറയേ. അപ്പൊ സുധീഷ് പറയണ, അതേടാ, നിർബന്ധിക്കാൻ പാടില്ല. ആ കുട്ടിയെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ, ഇഷ്ടപ്പെടാത്ത ഒരാളെ കല്യാണം കഴിച്ച് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്ക്, ഞാൻ നിന്നെ വിളിക്കാം. അയാൾ പറയുന്നു, ശരിയടാ വാ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. വിഷമത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, ദയവ് ചെയ്ത് പറയല്ലേ സുധീഷ്, സതീഷിന്റെ അവസ്ഥ തന്നെ ആയിരിക്കും നിന്റെ അവസ്ഥയും. ഇപ്പൊ പറഞ്ഞാൽ ഒട്ടും ശരിയാകില്ല. നിധി ചിന്തിക്കുന്ന രീതിയിലല്ല ഞാൻ ചിന്തിക്കുന്നത്. അത് പറയാതെ പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും നിന്നെ ഇഷ്ടപ്പെടും, അപ്പൊ അവള് തന്നെ പറയട്ടെ. നിധി പറയുകയാണ്, സുധീഷ് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ സുധീഷ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? അതൊന്നുമില്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, ഓഫീസിൽ നിന്നും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ ഒന്നുമില്ലെന്ന് പറയുന്നു. അപ്പൊ സുധീഷ് പറയണ, അത് നാളെ നമ്മള് കോർട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോർട്ടിൽ പോകുന്നതൊക്കെ ഓർത്ത് നിധി വിഷമിക്കുമെന്ന് കരുതിയ ഞാൻ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ. നിധി ചോദിക്കാണ്, കോർട്ടിലേക്ക് പോകുന്നതിൽ എന്തിനാ വിഷമിക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ, നമ്മള് കോർട്ടിലേക്ക് പോകേണ്ട അവസ്ഥയായല്ലോ എന്ന് നിധി ചിന്തിക്കുമെന്ന് ആലോചിച്ചാ ഞാൻ ബീച്ചിലേക്ക് കൊണ്ടുവന്ന്. അങ്ങനെയൊന്നുമില്ലെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കാണ്, അപ്പോ നമ്മള് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതോർത്ത് നിധിക്ക് ഒരു വിഷമവും ഇല്ലേ? പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു, ഞാനെന്തിനാ വിഷമിക്കുന്നേ? ഒരാളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യാൻ കോർട്ടിലേക്ക് പോയാൽ വിഷമിക്കാം, പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയല്ലേ നമ്മുടെ കല്യാണം നടന്നേ. ഇതിൽ നിന്നും പുറത്തു വന്നാൽ മതിയെന്നാ എനിക്ക്. ഡിവോഴ്സ് കിട്ടിയാൽ നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാലോ. ഇത് കേട്ട് സുധീഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ കടലിന്റെ ഭംഗി കണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്